कृष्णादेव समुद्भवो मम विभो कृष्णस्य दासोऽस्म्यहम् कृष्णे भक्तिरचञ्चलास्तु भगवन् हे कृष्ण तुभ्यं नमः। कृष्णो रक्षतु मां चराचरगुरुः कृष्णं नमस्ये सदा। कृष्णेनैव सुरक्षितोऽहमसतु कृष्णाय दत्तं मनः। कृष्णादेव समुद्भवो मम विभो कृष्णस्य दासोऽस्म्यहम् कृष्णे भक्तिरचञ्चलास्तु भगवन् हे कृष्णा नमः. ഭാഗവതം ശ്രദ്ധയോടെ മനസ്സിലാക്കാൻ തയ്യാറായി വന്നിരിക്കുന്ന ഏവർക്കും നമസ്കാരം. നമ്മള് രണ്ട് ഭാഗത്തുകൂടിയാണല്ലോ ശ്രീമദ് ഭാഗവതം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ പ്രഥമസ്കന്ധം നമ്മളിതാ ഒരു അധ്യായം പൂർത്തിയാക്കി ഇരിക്കുന്ന സമയമാണ്. ഇവിടെ നമ്മൾ 25-ാമത്തെ അധ്യായത്തിലൂടെ വലിയ അധ്യായമാണ്, നമുക്ക് ഒട്ടനെയൊന്നും പൂർത്തിയാവുമെന്ന് തോന്നുന്നില്ല. വളരെ ഗൗരവമുള്ള, വളരെ നിഗൂഢമായ തത്വങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വലിയൊരു വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ആ വിഷയത്തിന്റെ പ്രാധാന്യം അറിയാവുന്നത് കൊണ്ട് തന്നെ അതിനനുസൃതമായി എല്ലാവരും അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ഓർക്കുന്നുണ്ടാവും. പുരഞ്ജനന്മാരെ കുറിച്ച് ശ്രീനാരദമുനി പ്രാചീന പരിഹസിന് പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മൾ കരുതുന്നത്. അതൊരു വാഗ്മിയാണല്ലോ നാരദ മഹർഷി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ വാക്കുകളിൽ, അദ്ദേഹത്തിന്റെ ആ വിവരണത്തിൽ അദ്ദേഹത്തിൻ്റെതായ ചില സാമർഥ്യം, വാക്സാമർഥ്യം അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. വളരെ വിസ്തരിച്ച് തന്നെ ആ പുരഞ്ജനും പുരഞ്ജനിയും കണ്ടുമുട്ടിയതും അവര് അനുരാഗ വിവശരായതും പുരഞ്ജനോട് അതിയായ താല്പര്യത്തോടെ സംസാരിക്കുന്നതാണ് 42-ാമത്തെ ശ്ലോകമാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. അത് സാധാരണ ഒരു യുവതി ഒരു പുരുഷനോട് ഇഷ്ടം തോന്നുന്ന ഒരു യുവതിക്കുണ്ടാവുന്ന ഭാവഭാവാദികളൊക്കെ ഇവിടെയും കാണാം. അതേപോലെയാണ് പുരഞ്ജനിയുടെ വാക്കുകളായിട്ട് നമ്മൾ കണ്ടത്. അപ്പൊ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആ ശ്ലോകം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആരാണ് ആഗ്രഹിക്കാതെ ക്രിസ്ത്യാമനസ്തേ ഭൂയി ഭോഗി ഭോഗയോ സ്ത്രീയാന സദ്വേൽ ഭുജയോർ മഹാഭുജ യോ നാഥവർഗാധിമലം പ്രണോദ്ധരസ്മിതാവലോകേന ശരത്യബോധിതും. ആരാണ് ആഗ്രഹിക്കാത്തത്, ആരുടെ മനസ്സാണ് കുടിക്കാത്തത് എന്നാണ്. അതേപോലെ യോഗ്യനായ ഒരാളുടെ കരവലയത്തിൽ ഒതുങ്ങാൻ, അതാണ് ഭോഗി ഭോഗയോഹോ എന്നൊക്കെ അവിടെ സൂചിപ്പിച്ചത്. അതാണ് ഇപ്പോ സർപ്പങ്ങളെ പോലെ സർപ്പ ശരീരം പോലെ ആ കൈകളെ അങ്ങനെയാണ് വർണ്ണിച്ചത്. ആരാണ് വർണ്ണിക്കാത്തത്? അതുവരെ നമ്മൾ മനസ്സിലാക്കിയല്ലോ. അപ്പോ ആ പുരഞ്ജനിയുടെ വാക്കുകൾ. ഏതായാലും നാരദ മഹർഷി കഥ തുടരുകയാണ്. ശ്രദ്ധിക്കാം. ചതുർത്ഥ സ്കന്ധം 43-ാമത്തെ ശ്ലോകം. മുമ്പ് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടാവും. ഇല്ലെങ്കിൽ അത് നമുക്ക് വീണ്ടും വീണ്ടും കാണാനുള്ള അവസരമുണ്ട്. വീണ്ടും വീണ്ടും കാണാം, വീണ്ടും വീണ്ടും കേൾക്കാം. അതിനൊക്കെ നമ്മൾ സൗകര്യം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്തവണ മാത്രം ക്ലാസ്സിൽ പങ്കെടുത്തത് കൊണ്ട് മാത്രമായി എന്ന് വരില്ല. വീണ്ടും വീണ്ടും കേട്ട് നോക്കുക. അപ്പോൾ കൂടുതൽ നമുക്ക് തന്നെ, ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ആ ഒരു ബുദ്ധിയും ചിന്താശക്തി ഉപയോഗിച്ച് മനസ്സിലാക്കും. നാരദ മഹർഷി കഥ തുടരുക. ശ്രീനാരദ ഉവാച ഇതൗ ദമ്പതീ തത്ര സമുദ്യ സമയം വിധാ താം പ്രവിശ്യ പുരീം രാജന്മുദാദേ ശതം സമാഹ. ഹേ രാജൻ, ഹേ പ്രാചീന പരിഹസ്തേ. പ്രാചീന പരിഹസ് ആരാന്നുള്ളത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ആരാണ് പ്രാചീന പരിഹസ് എന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രാചീന പരിഹസിന്റെ അവസ്ഥ എന്താണ്? അദ്ദേഹം കർമ്മഠനായിരുന്നു. ആ ഒരു സന്ദർഭത്തിലാണ് നാരദ മഹർഷി വന്ന് അദ്ദേഹത്തോട് സംസാരിച്ചത്.
ഹേ പ്രാചീന ബർഹിസേ, അതാണ് ഹേ രാജൻ, ഹേ മഹാരാജൻ. ഇതി തത്ര മിഥഃ സമയം സമുദ്യ, ഇപ്രകാരം. ഇതി എന്നതിന് ഇപ്പൊ ഇവര് തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചല്ലോ. പുരഞ്ജനന്മാര് അവര് തമ്മിൽ കണ്ട് അവര് തമ്മിൽ സംസാരിച്ചുകൊണ്ട്, അതാണ് ഇത് ഇപ്രകാരം. തത്ര അവിടെ വെച്ചിട്ട് തൗ ദമ്പതി, ഒരു ദമ്പതിമാരായി ഭവിച്ചു. ദമ്പതി എന്നതിന് ഭാര്യാഭർത്താക്കന്മാർ അവരെ ചേരുമ്പോഴാണ് ദമ്പതി എന്ന് പറയുന്നത്. അപ്പോ ഈ ദമ്പതിമാരായി അവര് സ്വയം തീരുമാനിച്ച് അവര് അത് ഏതാണ്ട് പ്രാവർത്തികമാക്കി കഴിഞ്ഞു എന്നർത്ഥം. അതാണ് ഇതിതൗ ദമ്പതി. ആ രണ്ട് പേരും തത്ര അവിടെ വെച്ചിട്ട് സമുദ്യ മിഥഃ സമയം, അല്ലെങ്കിൽ മിഥഃ സമയം സമുദ്യ. മിഥഃ എന്ന വാക്കിന് പരസ്പരം നന്ദി. അവരന്യോന്യം സമയം, അതായത് അവര് പരസ്പരം സംസാരിച്ച് വാക്ക് കൊടുത്തിട്ട് നന്ദി. ഉടമ്പടി വെക്കുക, അല്ലെങ്കിൽ പരസ്പരം രണ്ടുപേര് തമ്മിൽ വാക്ക് പറഞ്ഞാൽ മതി. പണ്ടൊക്കെ അത്രേ വേണ്ടു. വാക്ക് പറഞ്ഞാൽ ആ വാക്കിനാണ് വില. എന്നല്ലേ ഇപ്പൊ വിവാഹം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകം രജിസ്റ്റർ ചെയ്യണം, അങ്ങനെയുള്ളതൊക്കെ എന്തിനാണെങ്കിൽ വാക്കിന് വിലയില്ലാത്തതുകൊണ്ട്. ഇപ്പൊ വിവാഹം എന്നല്ല, ഏത് കാര്യവും നമുക്ക് അത് രേഖയിലാക്കണം. കാരണം വാക്കിനൊക്കെ ഇത്രേ വിലയുള്ളൂ. മുമ്പ് അത് വേണ്ടല്ലോ. വാക്ക് പറഞ്ഞാൽ ആ വാക്കാണ് ഏറ്റവും വലിയ സത്യം. ആ വാക്ക് പാലിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് രാജാക്കന്മാര്, ശ്രേഷ്ഠരായ വ്യക്തികളൊക്കെ വാക്ക് പറഞ്ഞാൽ പിന്നെ അത് മാറില്ല. വാക്ക് പരിപാലിക്കാൻ വേണ്ടി ജീവിതം തന്നെ അങ്ങേയറ്റം കഷ്ടതയിലാക്കിയ എത്രയോ യോഗ്യന്മാര് നമ്മുടെ നാട് തിരിച്ചു. ഹരിശ്ചന്ദ്രന്റെ കഥയൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇന്നത്തെ കാലത്തൊന്നും അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും ഇല്ല. പറഞ്ഞത് നമ്മൾ തന്നെ മറന്നു പോവുക. നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അത് നമ്മൾ തന്നെ ഓർക്കാറില്ല. അങ്ങനെ പറഞ്ഞു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പോലും ഓർമ്മ വരാം. അപ്പോ അങ്ങനെയല്ല, വാക്ക് മതി. വാക്കിന് തന്നെ ഒരു സത്യമുണ്ട്. അതാണ് അവര് പരസ്പരം സമയം സമുദ്യ, ഉടമ്പടി വെച്ചുകൊണ്ട് പരസ്പരം അവര് പറയാനുള്ളത് പറഞ്ഞ് തീരുമാനമെടുത്തുകൊണ്ട് അവര് രണ്ടുപേരും, ആ ദമ്പതിമാര്, അവര് താം പുരീം പ്രവിശ്യ ശതം സമാഹാമുടാതെ, ആ പുരിയിലേക്ക്, ആ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ച് ശതം, അതായത് എത്രയോ കാലം, ഏതാണ്ട് 100 കണക്കിന് വർഷങ്ങൾ, അതാണ് ശതം സമാഹ, അവര് സുഖമായി വാങ്ങു, മുടാതെ മോദത്തോടെ വസിച്ചു, സുഖമായിട്ട് കഴിഞ്ഞു. അപ്പോ അവര് കണ്ടു, പരസ്പരം അവർക്ക് ഇഷ്ടം തോന്നി, അവർ സംസാരിച്ചു, പരസ്പരം വാക്കു കൊടുത്തു. അവര് ഒന്നിച്ച് ആ പുരിയിൽ, കൊട്ടാരത്തിൽ പ്രവേശിച്ച് എത്രയോ കാലങ്ങളോളം, ഏതാണ്ട് 100 കണക്കിന് വർഷങ്ങൾ സുഖമായി വാണു. പ്രാചീന ബർഹിസേ. ഇതാണ് ആ ശ്ലോകത്തിന്റെ വാക്കുകളുടെ അർത്ഥം. വാക്കുകൾ ചേർത്താൽ ഈ അർത്ഥമാണ് ലഭിക്കുക. എന്നാൽ ഈ ഭാഗത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. ഇത് കേവലം വാച്യാർത്ഥത്തിൽ മാത്രം എടുത്താൽ ഇതിന്റെ പൂർണ്ണതയാവില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പുരഞ്ജനി ബുദ്ധിയാണ് എന്നും, പുരഞ്ജനൻ എന്ന് നമ്മൾ കാണുന്നത് ജീവനാണെന്നും, ആ ബുദ്ധിയും ജീവനും മാത്രം ചേർന്നാൽ പോരാ, അവർക്ക് വസിക്കാൻ ഒരു പ്രകാരം വേണം, അത് ശരീരമാണ് എന്ന് മനസ്സിലാക്കിയാൽ, ആ ബുദ്ധിയോട് ചേർന്ന് ജീവൻ ശരീരത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ ആ ജനനത്തിനുള്ള ആ ഒരു അവസ്ഥയായി ജനിച്ചു. ശരീരം സ്വീകരിച്ച് മനുഷ്യജന്മത്തിലേക്ക് കടന്നു. മനുഷ്യജന്മം സ്വീകരിച്ച് പിന്നെ ശതം സമാഹ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യായുസ് കണക്ക് പ്രകാരം 100 വർഷം. ശതായുഹു അങ്ങനല്ല, ശതം ജീവ ശരതോ വർദ്ധമാന, അങ്ങനെയൊക്കെയല്ലേ പിറന്നാള് സമയത്തൊക്കെ ആ മന്ത്രം വേദമന്ത്രമാണ് ചൊല്ലി ആശീർവദിക്കാറുണ്ട്. ശതം ശതം 100-നാണ്, എന്താ 1000 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആശീർവദിച്ചുകൂടെ? 1000 വർഷങ്ങൾ, സഹസ്ര വർഷങ്ങൾ സുഖമായി വസിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് വെറും വാക്കാവും. കാരണം അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നാണ് പറയാം. ആശീർവാദം
എന്നത് നടക്കേണ്ട ഒരു കാര്യമാണല്ലോ പറയുന്നത്. ആശീർവദിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടാവേണ്ട ഒന്നാണ്, സംഭവിക്കേണ്ട ഒന്നാണ്. 500 വർഷം ജീവിച്ചിരിക്കട്ടെ എന്ന് ഒരാൾ ആശീർവദിക്കാറില്ല. 1000 വർഷം ജീവിച്ചിരിക്കട്ടെ എന്ന് ആശീർവദിക്കാറില്ല. കാരണം അത് നടക്കില്ല. ഇനിയിപ്പോ ആരാശീർവദിച്ചാൽ ഇതുമല്ല ബ്രഹ്മാവ് അല്ലെങ്കിൽ ഭഗവാനൊക്കെ നേരിട്ട് വന്ന് മാർക്കണ്ഡേയ മഹർഷിയൊക്കെ അനുഗ്രഹിച്ചു എന്ന് കഥയാണ്. എന്നും ഒരേ പ്രായത്തിൽ അങ്ങനെയൊക്കെ അപൂർവമായിട്ടുള്ള ആളുകൾക്ക് ഇപ്പൊ പറ്റില്ല. സാധാരണ നമ്മളൊക്കെ എങ്ങനെ ആശീർവദിച്ചാൽ വെറുതെ നുണയാണ്. ഇതിലേക്ക് വെറുതെ നുണ പറയണം. അല്ലാതെ തന്നെ ആവശ്യത്തിന് നുണ പറയാൻ അവസരമുണ്ട്. പിന്നെ ഈ സന്തോഷമായിരിക്കുന്ന സമയത്ത് പറയണ്ടല്ലോ. അപ്പൊ 100 വർഷം അതൊരു കണക്കാണ്. മനുഷ്യ ആയുസ് 100 വർഷം. ഇത്രയും കാലം ജീവിച്ചിരുന്നാൽ പൂർണ്ണ ആയുസ് ഉപയോഗിച്ചു എന്നാണ്. പൂർണ്ണനായി ആ ജീവിതത്തിന് വേണ്ടതുപോലെ എല്ലാ കാര്യത്തിനും സമയം കിട്ടും. അപ്പൊ ആ പൂർണ്ണതയാണ് 100 വർഷം. 100 വർഷത്തിൽ കൂടുതൽ ആളുകൾ ജീവിക്കണില്ലേ? കുറച്ച് ആളുകൾ 100 വർഷത്തിൽ കൂടുതലൊക്കെ കാണാറുണ്ട്. ധാരാളം പേര് 100 വർഷത്തിൽ കുറവും ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ മനുഷ്യായുസ് എന്നത് ശതം സമാഹ 100 വർഷം. അതുകൊണ്ടാണ് ഇവിടെ 100 വർഷം സുഖമായു ആണ് എന്ന് പറഞ്ഞത്. അത് അവര് കല്യാണം കഴിച്ച് 100 വർഷം സുഖമായിട്ട് വസിച്ചു എന്നതിലുപരി ഒരു മനുഷ്യൻ തന്റെ ശരീരത്തിൽ ആ ജീവൻ പ്രവേശിച്ച് ആ ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ടുപോകുന്നത് വരെയുള്ള ഒരു കാലയളവ് ഏതാണ്ട് 100 വർഷമായിരുന്നു എന്നത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ആ ഒരു തരത്തിൽ ചിന്തിക്കുമ്പോഴാണ് അതിന്റെ വ്യംഗ്യാർത്ഥം, അതായത് അതിന്റെ താല്പര്യം മനസ്സിലാവും. അപ്പൊ അങ്ങനെയും ഈ പുരഞ്ജനോപാഖ്യാനത്തിന് വ്യാഖ്യാനം ഉള്ളതുകൊണ്ട് നാരദ മഹർഷി ഉദ്ദേശിച്ചത് അതാണ്. പക്ഷെ ഇതൊന്നും ആ വാക്കുകൾ നോക്കിയാൽ മനസ്സിലാവില്ല. സാധാരണ പോലെ ഒരു കഥയാണ്. അവര് ആ ദമ്പതിമാര് സുഖമായി വസിച്ചു എന്നാണ് പറഞ്ഞത്. ഇതി തൗ ദമ്പതി തത്ര സമുദ്യ സമയം വിധഃ താം പ്രവിശ്യ പുരീം രാജൻ മുമുദാതേ ശതം സമാഹ എന്ന് പറഞ്ഞു. ഇതി തൗ ദമ്പതി തത്ര സമുദ്യ സമയം വിധഃ താം പ്രവിശ്യ പുരീം രാജൻ മുമുദാതേ ശതം സമാഹ. 44-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കൂ. ഉപഗീയമാനോ ലളിതം തത്ര തത്ര ച ഗായകൈഃ ക്രീഡൻ പരിവൃത സ്ത്രീഭിർഹൃദീമാവിശുചൗ. ഇനി അവര് അവിടെ ജീവിച്ചത് എങ്ങനെയാന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. കൊട്ടാരവുമായി ബന്ധപ്പെട്ടിട്ടാവുമ്പോ ഇങ്ങനെയാണ്. രാജാവ്, പരിവാരങ്ങള് എല്ലാം ഉണ്ടല്ലോ. അപ്പോ പരമാനന്ദാണ്. തത്ര തത്ര ആ കൊട്ടാരത്തിലേക്ക് ചെന്നാൽ അവിടെ എന്തൊക്കെ സൗകര്യങ്ങളാണ്. അവിടെ ഇവിടെ നോക്കിയാൽ ഗായകൈഃ ലളിതം ഉപഗീയമാനഃ. ഈ കൊട്ടാരത്തിൽ ഗായകരുണ്ടാവും. ഈ ഗായകരുടെ പ്രധാന ജോലി എന്താ? അത് പാട്ടുപാടുക എന്നുള്ളത്. എങ്ങനെയുള്ള പാട്ട്? എന്തെങ്കിലും പാട്ടുണ്ട്. സ്തോത്രങ്ങളാണ്. ഭഗവത് സ്തോത്രമല്ല, സ്തുതികളാണ്. രാജാവിനെ സ്തുതിക്കുന്ന സ്തുതിഗീതം. അങ്ങനെയുള്ള സ്തുതിഗീതങ്ങൾ പാടാൻ നല്ല നല്ല ഗായകര് ധാരാളം. അവര് നന്നായിട്ട് പാടും. അതാണ് ലളിതം ഉപഗീയമാനാഹ. ഭംഗിയായിട്ട് പാടുന്ന സ്തുതിപാഠകന്മാര് ധാരാളം ആ കൊട്ടാരത്തിൽ. അവരവിടെ എവിടെയൊക്കെ നിന്ന് ഇങ്ങനെ പാടി പുകഴ്ത്തുന്നുണ്ട്. പിന്നെ ക്രീഡൻ ച. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ ഒരു സുഖമാണ്. കാര്യം നീ എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ പുകഴ്ത്തുക എന്നത് അത് കേൾക്കുമ്പോ ഒരു സുഖമാണ്. അപ്പൊ അത് കേട്ട് ആനന്ദിച്ചുകൊണ്ട് അതേപോലെ സ്ത്രീഭിഹി പരിവൃതഃ ക്രീഡൻ. ധാരാളം സുന്ദരിമാർ സ്ത്രീകളോടൊപ്പം ക്രീഡൻ വിഹരിച്ചുകൊണ്ട്. സ്ത്രീഭിഹി പരിവൃതഃ, പരിവാരങ്ങളായിട്ട് ധാരാളം സ്ത്രീജനങ്ങൾ. ധാരാളം സമ്പത്തും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോ എല്ലാ വിധത്തിലുള്ള സുഖഭോഗങ്ങളും വേണം. അപ്പൊ പരിചരിക്കാനൊക്കെ ധാരാളം സുന്ദരിമാര് വേണമെന്നൊക്കെ തോന്നും.
അങ്ങനെയൊക്കെ കൊട്ടാരത്തിലൊക്കെ ധാരാളം പേരുണ്ടാവും. അതാണ് സ്ത്രീഭിഹി പരിവൃത, സ്ത്രീകളാൽ ചുറ്റപ്പെട്ടുകൊണ്ട് അവരോടൊപ്പം വിഹരിച്ചുകൊണ്ട്. എപ്പോ ശുചവും, ഇനി വേനൽക്കാലം വരും, അത് നല്ല ചൂട് കാലം. അപ്പൊ എന്തായി, ഹൃദിനിയും ആവശ്യം, അപ്പൊ നല്ല തണുത്ത ജലമുള്ള ജലാശയങ്ങളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് അവിടെ ആ വെള്ളത്തിലിറങ്ങി എല്ലാവരും കൂടി ഇങ്ങനെ നീന്തി തുടിക്കുന്ന ഒരു രസകരമായ രംഗം. നല്ല ചൂടുകാലത്താണ് അത് രസമാവും. അത് നല്ല തണുപ്പുള്ള വെള്ളത്തിലിറങ്ങി നീന്താൻ തുടങ്ങിയ രസമൊന്നും ഉണ്ടാവില്ല. അതാണ് ശുചവും. നല്ല ചൂടുകാലത്ത് അവരോടൊപ്പം സുഖമായി സഞ്ചരിച്ച് വിഹരിച്ച് രസിച്ച് നല്ല തണുത്ത ജലത്തിലിറങ്ങി ജലക്രീഡ ചെയ്ത് ഒക്കെ സന്തോഷിച്ചു. ഇത് അവരുടെ ജീവിതമാണ്. കൊട്ടാരത്തിലെ സൗകര്യങ്ങളും കൊട്ടാരത്തിൽ സുഖകരമായി അവരിതാ ജീവിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ്. അപ്പോ ഇവിടെ പറയുന്നത്, പുരഞ്ജനിയോടൊപ്പം ആ കൊട്ടാരത്തിൽ പ്രവേശിച്ചപ്പോ തന്നെ ഏതാണ്ട് ഉത്സവ പ്രതീതിയാണ്. ധാരാളം പേര് രാജാവിനെ ഇങ്ങനെ പാടിപ്പുകഴ്ത്തുന്നതായിട്ട് കാണാം. ധാരാളം സുന്ദരിമാര് എപ്പോഴും പരിചാരകരായിട്ട് കൂടെയുണ്ട്. അവരോടൊപ്പം എല്ലാവിധത്തിലുള്ള സുഖവും അനുഭവിച്ചുകൊണ്ട് ഉദ്യാനങ്ങളിലൂടെ സഞ്ചരിച്ചും നല്ല ജലാശയങ്ങളിൽ ഇറങ്ങി ജലക്രീഡ ചെയ്തും ഒക്കെ സന്തോഷിച്ചു, അതിന് സുഖം അനുഭവിച്ചു. അപ്പൊ ഇതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുമ്പോ ജീവൻ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പുരപ്രവേശം. ആ പുരത്തിലേക്ക് പ്രവേശിച്ചു എന്ന് വെച്ചാൽ ശരീരം സ്വീകരിച്ചു. ശരീരം സ്വീകരിക്കുന്നത് ഗർഭത്തിൽ വെച്ചിട്ടാണ്. ശരീരം എവിടുന്നാ ലഭിക്കുന്നത്? ഒരു ജീവന് ഗർഭത്തിൽ വെച്ചിട്ടാണ്. അപ്പൊ ആ ഗർഭത്തിൽ പ്രവേശിച്ചതാണ് പുരി പ്രവേശം എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്. പിന്നെ ഈ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചറിയാം, ആ ഗർഭിണിയെ പുകഴ്ത്താനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെ ആളുകളുണ്ടാകും. പാട്ടുപാട് അതൊക്കെ നല്ലതാണ്. ആ സമയത്ത് പാട്ടൊക്കെ കേൾക്കുന്നത് നല്ലതാണെന്നില്ല. സംഗീതം ആസ്വദിക്കാം, അതുപോലെ മറ്റു തരത്തിലുള്ള പലതും. അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ ആസ്വദി പാടലായിട്ട് കണക്കാക്കാം. ഇങ്ങനെയൊക്കെ അതിനെ വ്യാഖ്യാനിക്കാൻ നടത്താം. ഇനി ആ ഗർഭകാലത്തെ ഓരോ അവസ്ഥയെയും ഈ തരത്തിലൊക്കെ സൂചിപ്പിച്ചു എന്ന് വെച്ചാൽ മതി. ഗർഭത്തിലേക്ക് പ്രവേശിച്ചു, പിന്നെ പ്രസവിച്ചു, പിന്നെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നിങ്ങനെ 3 അവസ്ഥയാണ്. അപ്പൊ ഈ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നതിനെയൊക്കെ വെച്ച് വ്യാഖ്യാനിക്കുമ്പോഴാണ് ഈ തടാകം എന്നുള്ളതൊക്കെ അവിടെയാണ് വ്യാഖ്യാനിക്കേണ്ടത്. സുഷുപ്തി എന്നത് ഒരു തടാകത്തിലിറങ്ങി സുഖിക്കുന്നത് പോലെയാണ് വ്യാഖ്യാനം. അങ്ങനെയൊക്കെ വ്യാഖ്യാനത്തിൽ കാണും. ഏതായാലും ശരീരത്തിലേക്ക് ജീവൻ പ്രവേശിച്ചു എന്നത് അതിന്റെ താല്പര്യം. കഥ ഇതാണ്, ശുദ്ധമായിട്ടുള്ള ഉപഗീയമാനോ ലളിതം തത്ര തത്ര ച ഗായകൈഃ പീഡൻ പരിവൃതസ്ത്രീഭിഃ പ്രതിലീമാവിശച്ഛുചൗ. ഉപഗീയമാനഃ ലളിതം തത്ര തത്ര ച ഗായകൈഃ പീഡൻ പരിവൃതഃ സ്ത്രീഭിഃ പ്രതിലീം ആവിശത് ശുചൗ. ഉപഗീയമാനോ ലളിതം തത്ര തത്ര ച ഗായകൈഃ പീഡൻ പരിവൃതസ്ത്രീഭിഃ പ്രതിലീം ആവിശച്ഛുചൗ. ഇനി ആ കൊട്ടാരത്തെ ഒന്നും കൂടി പറഞ്ഞു തരാണ്. സപ്തോ പരികൃതാദ്വാരഃ പുരസ്തസ്യാസ്തു ദ്വേ അധ പൃഥക് വിഷയഗത്യർത്ഥം തസ്യായ കശ്ചനേശ്വരഃ. നേരത്തെ നവമുഖി എന്നാണ് ഈ കൊട്ടാരത്തിന് പേരെന്നൊക്കെ സൂചിപ്പിച്ചു. കവാടങ്ങൾ, 9 കവാടങ്ങൾ ഈ കൊട്ടാരത്തിനുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിനെ ഒന്നുകൂടി വിസ്തരിച്ച് പറയാണ് ആ കൊട്ടാരത്തെ കുറിച്ച്. തസ്യാഹ പുരഃ, ആ പുരത്തിന്റെ, ആ കൊട്ടാരത്തിന്റെ ഉപരി, മുകളിലായിട്ട്, ഉപരി മുകളിൽ സപ്ത
ദ്വാരാണ്. 7 കവാടങ്ങൾ, 7 ദ്വാരങ്ങൾ മുകളിലും, അഥവാ തു ദ്വേ ദ്വാര, താഴെ 2 ദ്വാരങ്ങൾ, 2 കവാടം. അപ്പൊ ഈ കൊട്ടാരത്തിൽ 9 കവാടങ്ങളുണ്ട് എങ്കിൽ അതിൽ 7 മുകളിലും 2 അടിയിലുമാണ് എന്നതാണ് ആ കൊട്ടാരത്തിന്റെ മറ്റൊരു പ്രത്യേകത. അടിയിൽ 2 നിർമ്മിച്ചിട്ടുണ്ട്, മുകളിലും 7 കാണാം. തസ്യാം, അതിലൂടെ അർത്ഥം, ആ ദ്വാരങ്ങളിൽ, ആ കൊട്ടാരത്തിന്റെ കവാടങ്ങളിൽ, യഹ കശ്ചന ഈശ്വര പൃഥക് വിഷയഗത്യർത്ഥം. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ കവാടങ്ങളൊക്കെ എന്തിനാന്ന് വെച്ചാൽ കണ്ട ആളുകൾക്കൊക്കെ കയറി വരാനും പോകാനും വെക്കാം. പിന്നെ എന്തിനാ കവാടങ്ങൾ? ഈശ്വരനാണ്. ഈശ്വരൻ എന്നാൽ നാഥൻ എന്നർത്ഥം. അതായത് ആ കൊട്ടാരത്തിന്റെ നാഥൻ എന്ന് വെച്ചാൽ കൊട്ടാരത്തിന്റെ ഉടമസ്ഥൻ. ആ കൊട്ടാരത്തിന്റെ ഉടമസ്ഥന് ഓരോരോ വിഷയങ്ങളെ അനുഭവിക്കാൻ വേണ്ടി, ഓരോരോ കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി, ഓരോ ദിക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കവാടങ്ങളാണ്, അല്ലെങ്കിൽ വാതിലുകളാണ്, വഴികളാണ് ഈ പറഞ്ഞ 7, 2, 9 എന്നാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. ഈശ്വര, ആ കൊട്ടാരത്തിന്റെ സ്വാമി അല്ലെങ്കിൽ നാഥനായ ആൾക്ക്, കശ്ചന, ആരാണോ അവന്, പൃഥക് വിഷയഗത്യർത്ഥം, പൃഥക് പൃഥക്, വെവ്വേറെ, അതായത് എല്ലാം ഒരു സ്ഥലത്തു കൂടി പോയാൽ നടക്കില്ല. പല പല കാര്യങ്ങളുണ്ടാവില്ല ഒരാൾക്ക്, പല കാര്യങ്ങളുണ്ട്. അപ്പൊ ഓരോ കാര്യത്തിനും ഓരോ വഴിക്കാ പോകും. അല്ല, ഒരു കാര്യം നടത്താൻ ഒരു വഴിക്ക് പോയാൽ വേറൊരു കാര്യമാണ് സാധിക്കേണ്ടത് വെച്ചാൽ വേറൊരു സ്ഥലത്തേക്കാവും പോകേണ്ടി വരില്ല. അപ്പൊ തലേന്ന് പോയ വഴിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ പുതിയ വഴിയാണ്, വേറെ വഴിയാണ്, അങ്ങോട്ട് പോകാനുള്ള വഴി വേറെയാണ്. അപ്പൊ ആ വഴിക്ക് പോയാലല്ലേ അവിടെ. അതാണ് പൃഥക്, വെവ്വേറെ. വെവ്വേറെ വിഷയങ്ങളെ സ്ഥാപിക്കാൻ, അനുഭവിക്കാൻ, അല്ലെങ്കിൽ അറിയാൻ, നേടാൻ, അങ്ങനെയൊക്കെ അർത്ഥം കൊടുക്കാം. വേറെ വിഷയങ്ങളെ മനസ്സിലാക്കാൻ, വിഷയഗത്യർത്ഥം, വിഷയഗതിക്കായിക്കൊണ്ട്, വിഷയത്തെ സ്വീകരിക്കാനായിക്കൊണ്ട്, അതിനു വേണ്ടിയിട്ടാണ്, വേറെ വിഷയങ്ങളെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 9 കവാടങ്ങൾ എന്നാണ് ആ ശ്ലോകത്തിൽ. അപ്പൊ അതിലെ 7 മുകളിലും 2 താഴെയുമാണ്. ഇങ്ങനെ കൊട്ടാരത്തെ മനോഹരമായി വർണ്ണിക്കുമ്പോൾ കവാടങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഈ ദ്വാരങ്ങൾ എന്തൊക്കെയാണ്? ശരീരത്തിലെ നവദ്വാരങ്ങളാണ് എന്ന ആ വിവരണം കൊണ്ട് തന്നെ മനസ്സിലായി. 9 മുകളിലും 2 താഴെ എന്ന് പറഞ്ഞാൽ ഇത് 9 ദ്വാരങ്ങളിൽ 7 മുകളിലും 2 താഴെ. 7 മുഖത്താണ്, മുഖത്തുള്ള 2 മുട്ട് എന്നിങ്ങനെയുള്ള ദ്വാരങ്ങളെയാണ്, വിഷയങ്ങളെ അനുഭവിക്കാനുള്ള അവയവങ്ങളെയാണ് 7 ദ്വാരങ്ങളായിട്ട് പറഞ്ഞത്. പിന്നെ 2 താഴെ എന്ന് പറഞ്ഞാൽ വിസർജനാവയവങ്ങളാണ്, മൂത്ര വിസർജനാവയവങ്ങൾ, വായുപസ്ഥം എന്നിങ്ങനെ ഉള്ള ആ 2 ദ്വാരങ്ങളെയാണ് അടിയിലുള്ളവ എന്ന് പറഞ്ഞത്. ഒക്കെ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ശരീരത്തിൽ എല്ലാവർക്കും ഉള്ളതാണ്. ആ ശരീരത്തിലെ 9 ദ്വാരങ്ങളെ ഈ രീതിയിൽ വിവരിച്ചു. അതൊക്കെ ആരെ ഉപയോഗിക്കേണ്ടത് വെച്ചാൽ ആ ശരീരത്തിന്റെ ഉടമസ്ഥൻ ആരാണോ ആൾക്കല്ലേ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും ഉപയോഗിക്കാൻ അവകാശം. അതുകൊണ്ടാണ് ആ കൊട്ടാരത്തിന്റെ സ്വാമിക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞത്. സപ്ത ഉപരി ദ്വാരഃ പുരഃ തസ്യാഹ അസ്തു ദ്വേ അധഃ തസ്യാഹ തു എന്നാണ്, അസ്തു എന്നല്ല, തസ്യാഹ തു ദ്വേ അധഃ പൃഥക് വിഷയഗത്യർത്ഥം, മറ്റപ്പദമായിട്ട് തന്നെ പൃഥക് വിഷയഗത്യർത്ഥം തസ്യാം യഹ കശ്ചന ഈശ്വരഃ. ഇത്രയും പദങ്ങളുണ്ട്. അത് ഓരോ പദങ്ങളും വേറെ മനസ്സിലാക്കുക. സപ്ത ഉപരി, ഉപരി സപ്ത എന്നാണ് അർത്ഥം പറയുന്നത്. മുകളിൽ 7, കൃതാഹ ചെയ്യപ്പെട്ട, ദ്വാരഃ പുരഃ തസ്യാഹ തു ദ്വേ അധഃ പൃഥക് വിഷയഗത്യർത്ഥം തസ്യാം യഹ കശ്ചന ഈശ്വരഃ. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും. സപ്തോപരി കൃതാ ദ്വാരഃ
പുരസ്തസ്യാസ്തു ദ്വേ അധഃ പൃഥക് വിഷയഗത്യർത്ഥം തസ്യായ്യഃ കശ്ചനേശ്വരഃ. അപ്പൊ ഈ 7, 2, 9 ദ്വാരങ്ങളെ കുറിച്ച് പറഞ്ഞു. ഈ അടുത്ത ശ്ലോകങ്ങൾ മുതൽ ഓരോ ഇന്ദ്രിയ ദ്വാരങ്ങളെ കുറിച്ചും കൂടുതൽ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഓരോ കവാടങ്ങളും എങ്ങനെയാണ്, അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, അതിലൂടെ പുരഞ്ജനൻ സഞ്ചരിക്കുന്നത് എന്തിനാണ്, എങ്ങനെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അടുത്ത ശ്ലോകം മുതൽ 46-ാമത്തെ ശ്ലോകം മുതൽ പറയുന്നത്. നമുക്ക് അടുത്ത ദിവസം സമയം പോലെയൊക്കെ ശ്രദ്ധയോടെ കേൾക്കാം. എന്തായാലും ശ്രദ്ധയോടെ ഇരുന്നവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ. ജയ കൃഷ്ണ.